ഒരു മരണവാർത്ത കേട്ടാൽ ആ മയ്യിത്തിന്റെ ജനാസയുടെ സമയം ഏതാന്ന് അന്വേഷിക്കുന്ന എത്ര പേരുണ്ട്? കടയിൽ നിന്നൊരു 10 മിനിറ്റ് ലീവ് എടുത്താൽ ഒരു മയ്യിത്ത് നമസ്കാരം കിട്ടും, പക്ഷേ പോകാൻ മനസ്സനുവദിക്കുന്നില്ല. സ്കൂളിൽ നിന്ന് വിദ്യാലയത്തിൽ നിന്ന് വേണ്ടി വന്നാൽ ഒരു പീരീഡ് ഒന്ന് മാറ്റിവെച്ചാൽ ഒരു ജനാസ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ പറ്റും, പക്ഷെ ഇറങ്ങൂല. കല്യാണമുണ്ടെങ്കിൽ ലീവ് എടുക്കും, ടൂർ ഉണ്ടെങ്കിൽ ലീവ് എടുക്കും, വേറെ ഏത് മാമൂലുകൾക്കും ലീവ് എടുക്കും. എന്നാൽ നമ്മുടെ കൂടെ ജീവിച്ച പ്രിയപ്പെട്ടവനായ ഒരു മനുഷ്യന്റെ ജനാസക്ക് വേണ്ടി അവസാനം ഒന്ന് നമസ്കരിച്ച മാന്യമായ ഒരു യാത്രയപ്പിന് നമ്മൾ തയ്യാറാകാറുണ്ടോ? ഇസ്ലാം പഠിപ്പിച്ച മര്യാദ നോക്ക്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ, സ്വഹാബി വര്യനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, മൻ ഷഹിദൽ ജനാസ, ആരെങ്കിലും ഒരു ജനാസയുടെ കാര്യങ്ങൾ പങ്കെടുത്താൽ, ഹത്താ യുസല്ലി അലൈഹാ, ആ ജനാസക്ക് നമസ്കരിക്കുന്നത് വരെ. അത്ര തിരക്കാണെങ്കിൽ നമസ്കാരം കഴിഞ്ഞിട്ട് പോയിക്കോ. നമസ്കാരം വരെയെങ്കിലും പങ്കെടുക്കുകയാണെങ്കിൽ ഫലഹു ഖീറാത്തുൻ, അവനൊരു ഖീറാത്ത് പ്രതിഫലമുണ്ട്. ഇത് വേറൊന്നിനും പറഞ്ഞില്ല, ജനാസക്കുള്ള നമസ്കാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു ഖീറാത്ത് പ്രതിഫലമുണ്ട്. വമൻ ഷഹിദഹ ഹത്താ തുദ്ഫന, ഒരാൾക്ക് മയ്യിത്തിനെ ഖബറടക്കി കഴിയുന്നത് വരെ അതിന്റെ കാര്യത്തിൽ സാക്ഷികളാകാൻ കഴിഞ്ഞാൽ ഫലഹു ഖീറാത്വാനി, അവന് 2 ഖീറാത്ത് പ്രതിഫലമുണ്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കുള്ളതുപോലെ തന്നെ അന്ന് സഹാബത്ത് ചോദിക്കുകയാണ്, എന്താണ് നബിയെ ഈ 2 ഖീറാത്ത് എന്ന് പറഞ്ഞാൽ? ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, മിസ്ലുൽ ലിജബലൈനിൽ അദീമൈൻ, 2 വലിയ ഭീമമായ പർവ്വത സമാനമായ പ്രതിഫലം, കൂറ്റൻ മലകളുടെ പ്രതിഫലം, അത്രയും ഉയരമുള്ള കനം കെട്ട പ്രതിഫലമാണ് മയ്യിത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുന്നത്. ഒരു വ്യക്തിയുടെ ജനാസക്ക് വേണ്ടി നമസ്കരിക്കാൻ 40 ആളുകൾ, എങ്ങനെ ശിർക്ക് ചെയ്യാത്ത, കലർപ്പില്ലാത്ത തൗഹീദിന്റെ ഇഖ്ലാസിന്റെ മനസ്സോടെ 40 പേരുകൾ, മറ്റൊരു ഹദീസിൽ 100 പേരെന്നൊക്കെയുണ്ട്. അങ്ങനെ ഒരു ജനാസക്ക് വേണ്ടി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുടുംബക്കാരും ബന്ധുക്കളൊക്കെ ഇങ്ങനെ ഉണ്ടാകും. ബാക്കിയുള്ളവരൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ചായ കുടിച്ചവരുണ്ടാകും, ഒരുപാട് കാലം യാത്ര പോയവരുണ്ടാകും, എന്നും കാണുമ്പോൾ ചിരിച്ച് സംസാരിച്ചവരൊക്കെ ഉണ്ടാകും. പക്ഷെ ആ മനുഷ്യനൊന്ന് മരിച്ചപ്പോൾ ഒന്ന് പോയി നമസ്കരിച്ച ആ മനുഷ്യന്റെ പാപമോചനത്തിന് വേണ്ടി പറയാൻ മനസ്സു കാണിക്കാത്തവർക്കുള്ളതാണ് ഈ ഹദീസ്. എത്ര വമ്പിച്ച പ്രതിഫലമാണ് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തത്.